വേഗാവട്ടെ മേസ്ത്രി. ധൃതി പിടിക്കല്ലേ. ഗ്രാമർ വരുമ്പോ ഭയങ്കര പാരസ്യാരുട്ടി നല്ല സ്റ്റൈലിലല്ലടോ ഗോപിയെ. ആ സൈക്കിളൊന്നും എടുക്കട്ടെ മേസ്ത്രി, ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. നീ എന്ത് സർക്കസ് കാണിച്ചാലും ആ കുട്ടി നിന്നെ തിരിഞ്ഞു നോക്കാൻ പോണില്ല മോനെ. വളയാത്ത സൈസാ. അവളുടെ തലയിലെ പൂ എടുത്തു വന്നാൽ എന്ത് തരും? എന്ത് തരണം? ഒരു പുക ആ ശ്രീരം ഗോപിയാണത്. കണ്ടില്ല അച്ഛൻ നടന്നോളൂ. ഞാൻ മുന്നിൽ പോ, നിങ്ങൾ പിന്നാലെ വന്നോളൂ. നോക്കി നിൽക്കാതെ എടുത്ത് വെക്കണോ? എന്ത് തരണമെന്ന് ചോദിച്ചില്ലേ? 10 രൂപ എടുക്ക്. ചായയും ബോണ്ടയും പറയും മേസ്ത്രി. ഗോപിയോട് വെറ്റ് വെക്കോ ഇനി? വിദ്യാർത്ഥിക്കും സിന്ദാബാദ്, വിദ്യാർത്ഥിക്കും സിന്ദാബാദ്, വിദ്യാർത്ഥിക്കും സിന്ദാബാദ്, വിദ്യാർത്ഥിക്കും സിന്ദാബാദ്. പുറത്താക്കിയ വിദ്യാർത്ഥി നേതാവിനെ തിരിച്ചെടുക്കുക, പുറത്താക്കിയ വിദ്യാർത്ഥി നേതാവിനെ തിരിച്ചെടുക്കുക. ആരാണ്ടാ വളപ്പില് മാങ്ങ എറിയണേ? ഈ ചെക്കന്മാരെ കൊണ്ട് തോറ്റല്ലോ. പ്രസാദ് ഒരു സിഗരറ്റ് എന്നുള്ളൂ നാണിയമ്മേ. പൗലോസ് മോശ പോലെ തന്നെ എംബ്രാന്തി. താടി അടിച്ച ദിവസം ഭയങ്കര ദേഷ്യ. എവിടുന്ന് ഈ പച്ചമാങ്ങ? ആ പറമ്പിൽ വീണെടുക്കായിരുന്നു. മാങ്ങ എറിഞ്ഞു കേസും കൊണ്ട് ആരെങ്കിലും വന്ന മുത്തശ്ശൻ പുറം പൊളിക്കും മോനെ. പാല് വാങ്ങിക്കൊണ്ടെന്നോ? കൊണ്ടുവരാം. അത് കൊണ്ടെന്ന് വെച്ചിട്ട് പോരെ നിനക്ക് കുളിയും തേവാരൊക്കെ? ആ നാണിയമ്മേ, രവിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കിക്കോളൂ. അവൻ ഇപ്പൊ എണീക്കും കേട്ടോ. രാവിലെ എണീറ്റ് കുളത്തിൽ പോയി കുളിക്കാൻ പാടില്ലല്ലോ. വേർഷയില് പണത്തിൽ തിളപ്പാ ഇതൊക്കെ. അമ്മേ, അമ്മേ. എന്താ മോനെ? നേരം വെളിച്ചായാൽ അനങ്ങാനൊരു മടിയല്ലേ. എടങ്ങേറാക്കല്ല മോനെ. കള്ളരാശിത്തരം എന്നോട് വേണ്ട. എന്താ സുഖടക്കല്ല നേരെ? വാർദ്ധക്യം തന്നെ. കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾ ഇത് വർക്ക്ഷോപ്പിൽ കയറ്റത്? അല്ല, 62 റുപ്യ ബില്ല്. നിങ്ങളുടെ വഴിച്ചെലവ് വേറെ. എന്നാ ഇതൊന്ന് ശരിക്കോടോ? അതുമില്ല. ഇനി ഞാൻ പറയാം. പഴയ വണ്ടി, പഴയ ബാറ്ററി, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു 10-12 രൂപ മുടക്കിയാൽ ഇത് വിറ്റ് കണ്ടീഷനുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കാം. പുതിയ വണ്ടി ആയാലും സാധനമൊക്കെ മോശ. രവിയുടെ അച്ഛൻ പറഞ്ഞില്ലേ, ഫോറിനല്ലേ ഇതിന്റെ എഞ്ചിൻ? മുഴുവൻ ഫോറിൻ അല്ലേ. പക്ഷെ എന്താ, എന്റെ കുട്ടിക്കാലത്തോ മറ്റോ ആവും സായിപ്പ് ഇത് ഉണ്ടാക്കിയത്. ആ ഒറ്റ തകരാറേ ഉള്ളൂ. ആ എല്ലാവരും കൂടി ഒന്ന് തള്ളു. ആ വാ തള്ളു. ആ തള്ളു. ആ തള്ളിക്കോ. നീ ഇവിടെ എന്ത് മാമാങ്കം കാണാനാ നിക്കണേ? രവി, നീ പോയി പല്ല് തേച്ചു വാ. ചെല്ല്. വേണ്ട 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 മോൻ, ഇതൊന്നും ശീലമില്ലാത്തതാ. കയ്യോ കാലോ ഉളുക്കും. മോൻ തള്ളണ്ട. നീ എന്താ നോക്കി നിൽക്കണേ? തള്ളടാക്കോട്ടെ. തള്ളാൻ. ആ തള്ളു.
തള്ള് തള്ള എന്താ ഇത്? എന്താ നാണയമ്മേ, ദേഹണ്ണം കഴിഞ്ഞില്ലേ? ഒരടുപ്പില് വേഗം കഴിയും. കഞ്ഞിയില്ലേ, മറ്റടുപ്പിൽ അത്ര വേഗമൊന്നും കഴിയില്ല. നിങ്ങൾക്കും പോവായിരുന്നില്ലേ നായരെ പല പേഴ്ചയ്ക്കും? എന്നപ്പോ വലിച്ചായിരുന്നല്ലോ. തലയിൽ എഴുതിയിട്ടില്ല. ഈ വട്ടുപിടിക്കല് തന്നെയാണ് അവിടെയും ജോലി ആ അമ്മയുടെ നായർക്ക്. ആ ഞാൻ ചൂടാം. വേണ്ട, നേർമയായിട്ട് ചുട്ടാലേ അവൻ തിന്നും. എത്ര പറഞ്ഞാലും നിങ്ങൾക്കതറിയില്ല. എല്ലാ കലകളുടെയും അമ്മ നൃത്തമാണ്. നൃത്തത്തിൽ നിന്നു ഗീതവും ഗീതം വഴി പദ്യരൂപത്തിലുള്ള സാഹിത്യവും ഉണ്ടായെന്ന് ഊഹിക്കുന്നതിൽ തെറ്റില്ല. ഏത് നാട്ടിലെയും സാഹിത്യത്തിന്റെ ആദിമ ചരിത്രം പരിശോധിച്ചാൽ എങ്കിലും പാമ്പിൻ തുള്ളൽ, മുടിയേറ്റ്, തിറയാട്ടം, തീയാട്ട്, കോലം തുള്ളൽ തുടങ്ങിയ നിന്റെ ആട്ടവും തുള്ളലും നിർത്തിവെച്ച് പോയി തോട്ടം തിരിച്ചു കൊടുക്കും. ഇന്ന് ചാത്തപ്പം വന്നിട്ടില്ല. എനിക്ക് മാത്രമേ തോട്ടം നിൽക്കാൻ പാടുള്ളൂ? രവിക്കായിക്കൂടെ? പാല് വാങ്ങാനും അങ്ങാടി പോകാനും എനിക്ക് മാത്രമേ പാടുള്ളൂ? നിനക്ക് തോട്ടം തിരിക്കാൻ പാടില്ല അല്ലേ? പണിയെടുക്കാണ്ട് തിന്നാനുള്ളത് നിന്റെ തന്ത സമ്പാദിച്ചുകൊണ്ട് വരുന്നില്ലടാ ഇവിടെ. എനിക്ക് കുറെ പഠിക്കാണ്ട് മുത്തച്ഛ. മുക്കിലിരുന്ന് ഓരോന്ന് മുറിവെടുത്താനുണ്ടല്ലോ, ചവിട്ടിക്കാൻ നിന്നെ. ആ ചാത്തപ്പൻ്റെ അക്കനെ എന്നൊരു പാലത്തപ്പയുടെ വാങ്ങിയായിരുന്നല്ലോ.